സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഓർമ്മകൾ ഏറെയാണ്. തിരുവനന്തപുരം കവടിയാറിലെ വിവേകാനന്ദ ഉദ്യാനത്തിലെത്തുന്നവർക്കും സ്വാമിയെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഏറെ. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിന് സമീപത്താണ് വിവേകാനന്ദ ഉദ്യാനം. സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് ഒരിടവേളയെടുത്ത് മനസ്സിന് ഉന്മേഷം നൽകാൻ പറ്റിയ ഒരിടമാണ് കവടിയാറിലെ വിവേകാനന്ദ ഉദ്യാനം. ആയിരത്തി 1982 കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച 40 സെന്റ് സ്ഥലത്തിൽ നഗരസഭ പാർക്ക് നിർമ്മിച്ചെങ്കിലും 2013 വിവേകാനന്ദ സ്വാമിയുടെ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ വാർഷിക ദിനമായ സെപ്റ്റംബർ 11 സ്വാമിയുടെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം വിവേകാനന്ദ ഉദ്യാനമെന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ പ്രതിമയുടെ തനി മാതൃകയിലാണ് ഇവിടത്തെ പ്രതിമയുടെ നിർമ്മാണവും. ശില്പി ദക്ഷിണാമൂർത്തിയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. കന്യാകുമാരിയിലെ വിവേകാനന്ദ പ്രതിമ നിർമ്മിച്ചത് ദക്ഷിണാമൂർത്തിയുടെ പിതാവാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി വരാറുണ്ട്. കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെയും കൂടെ പോകാറുണ്ട്. ധ്യാനത്തിനും മറ്റുള്ള മനസ്സമ്മാനത്തിനും പറ്റിയ സ്ഥലം ഇതാണ്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പൂന്തോട്ടം, വിശ്രമിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും അനുയോജ്യമായ ഇടങ്ങൾ, നടപ്പാത, ജലധാര തുടങ്ങിയവയെല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനും പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതുകൊണ്ടും ഒരു മോട്ടിവേഷന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. നിലവിലുള്ളത് കവടിയാർ പാർക്കിലാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കവടിയാർ രാജകൊട്ടാരത്തിന് സമീപത്തായിട്ടുള്ള കവടിയാർ പാർക്കിലാണ്. വൈകുന്നേരങ്ങളിലും മറ്റു സമയങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാർ സ്ഥിരമായി വന്നിരിക്കാറും സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. സിറ്റിയുടെ നടുവിൽ ഇങ്ങനൊരു പാർക്കുള്ളത് എല്ലാവരിലും പുകയും മറ്റുള്ള മാലിന്യങ്ങളും ഇല്ലാതെ വന്നിരുന്ന് നമുക്ക് പാർക്കിൽ ഇരുന്നിട്ട് പോകാം. പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവിടെ വന്നിരുന്ന് കുറച്ച് നേരം വിശ്രമിക്കാനും പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിരുന്ന് ഇവിടെ നിന്ന് പഠിച്ച് അവർ ആ സമയം വേസ്റ്റാക്കാതെയും പോകുന്നുണ്ട്. ഓപ്പൺ എയർ തിയേറ്ററിൽ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരം മ്യൂറൽ പെയിൻറ്റിംഗായി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നും രാവിലെ 5 മണിക്ക് പാർക്ക് തുറക്കും. രാത്രി 9 മണിയോടെയാണ് പ്രവർത്തന സമയം. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. കൂടുതൽ ആളുകൾ വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. എല്ലാ ദിവസവും ആളുണ്ട്. രാവിലെ 5 മണിക്ക് യോഗ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. വയസ്സായാലും കുട്ടികളും ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം നടക്കാനായിട്ട് വരുന്നവരുണ്ട്. പിന്നെ ഇവിടെ പാർക്കിലിരുന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. വിവേകാനന്ദ സ്വാമിയെ കാണാൻ കന്യാകുമാരി പോകാൻ കഴിയാത്ത ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ഇവിടെ ഭജന നടത്താനുമുള്ള അവസരം ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. നഗരവാസികൾക്ക് കൂട്ടുകാരോടൊപ്പവും കുടുംബാംഗങ്ങളോടൊപ്പവും കൂടിക്കാഴ്ച നടത്താനും ധ്യാനം ചെയ്യാനും ഇതിനേക്കാൾ നല്ലതായി നഗരത്തിൽ മറ്റൊരിടമില്ല. ക്യാമറാമാൻമാരായ അനൂജ് ആനാവൂരിനും നിതിനുമൊപ്പം ആകാശ്, ജനം, തിരുവനന്തപുരം.